അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശം നടത്തിയതിന് പിന്നാലെ മാലിദ്വീപ് സ്വന്തം പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ നിലവിൽ നേരിടാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപിലേക്കുള്ള ആരോഗ്യകരമായ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈരാഗ്യം വർദ്ധിക്കുന്നതിന് കാരണമായിരിക്കുന്നു. മാലിദ്വീപിന്റെ യുവജനകാര്യ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയൂന, മൽഷ ഷെരീഫ്, മഹസൂം മജീദ് എന്നിവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കുറിച്ച് നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ ഫലമായാണ് ഈ വിവാദങ്ങൾ ആരംഭിച്ചത്. മറിയം ഷിയൂന ട്വിറ്റർ പ്ലാറ്റ്ഫോമിലൂടെ ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ വിമർശിക്കുകയും പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. പ്രസിദ്ധമായ ബീച്ച് സൗകര്യങ്ങൾക്ക് പേരുകേട്ട മാലിദ്വീപ് ടൂറിസത്തെ വെല്ലുവിളിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം ലക്ഷ്യമിടുന്നത് എന്ന് അവരുടെ സഹപ്രവർത്തകരും ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു. ഈ പ്രകോപനപരമായ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ യുദ്ധത്തിന് കാരണമാകുകയും ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലിദ്വീപിലെ ഹോട്ടൽ ബുക്കിംഗ് റദ്ദാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. വിവാദത്തോട് പ്രതികരിച്ച മാലിദ്വീപ് സർക്കാർ ഇവരുടെ പരാമർശങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഈ വിവാദം അവരുടെ ടൂറിസം വരുമാനത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതികൂലമായ ആഘാതം നന്നായി അറിയാമായിരുന്ന വിദേശ മന്ത്രാലയം ഉടൻ തന്നെ കേടുപാടുകൾ നിയന്ത്രിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യം ആക്ഷേപത്തിലേക്ക് വഴിവെക്കരുത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. കൂടാതെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും മാലിദ്വീപ് സർക്കാരിന്റെ ഔദ്യോഗിക വീക്ഷണങ്ങളെ ഇത് പ്രതിനിധീകരിക്കുന്നില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കി. തുടർന്ന് 3 ഉപമന്ത്രിമാരെയും മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. മുൻ വിദേശകാര്യമന്ത്രിയും UN ജനറൽ അസംബ്ലിയുടെ മുൻ പ്രസിഡന്റുമായ അബ്ദുള്ള ഷഹീദ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാലിദ്വീപുകാർ ഈ പരാമർശങ്ങൾ അപലപനീയവും നിന്ദ്യവുമാണെന്ന് വ്യക്തമാക്കി. പൊതുപ്രവർത്തകർ മര്യാദ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞതുകൊണ്ട് ഉദ്യോഗസ്ഥരെ ശാസിക്കണമെന്ന് ഷാഹിദ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് നഷീദും ഇബ്രാഹിം മുഹമ്മദ് സോലിഹും ഈ പരാമർശങ്ങളെ വിമർശിക്കുകയും അഭിപ്രായങ്ങൾ ഔദ്യോഗിക നയത്തെ പ്രതിഫലിക്കുന്നതല്ല എന്ന് ഇന്ത്യയോട് വ്യക്തമായി ഉറപ്പു നൽകാനും സർക്കാരിനോട് സ്വയം അകന്നു നിൽക്കാനും നഷീദ് പ്രേരിപ്പിക്കുകയും ചെയ്തു. ദ്വീപ സമൂഹത്തിൽ നിന്നും ഇന്ത്യ തങ്ങളുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുയിസു ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ഈ വിവാദം മാലിദ്വീപ് ഇന്ത്യ ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഈ ഇന്ത്യൻ മഹാസമുദ്ര രാഷ്ട്രത്തിലെ വിദൂര ദ്വീപുകൾക്ക് വൈദ്യസഹായം നൽകാൻ സൈനിക സാന്നിധ്യം ഇന്ത്യ മാലിദ്വീപിൽ സ്ഥിരമായി നിലനിർത്തിപ്പോന്നിരുന്നു. ഒരു ടൂറിസ്റ്റ് ആശ്രിത സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉപഭോക്താക്കളിൽ ഭൂരിഭാഗം വരുന്ന ടൂറിസ്റ്റുകളെ അകറ്റാൻ ഉദ്യോഗസ്ഥർ ആഗ്രഹിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം മാലിദ്വീപിലേക്ക് യാത്ര ചെയ്ത 2 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളുമായി ഈ ദ്വീപ് രാഷ്ട്രം സന്ദർശിക്കുന്ന ഏറ്റവും വലിയ സംഘം ഇന്ത്യക്കാരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ച് നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികൾ മാലിദ്വീപ് ബഹിഷ്കരിക്കുകയും പകരം ലക്ഷദ്വീപ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത് എക്സിൽ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. ബോളിവുഡ് നടൻ അക്ഷയ് കുമാറും മാലിദ്വീപ് സർക്കാരിനെ വിമർശിക്കുകയും ഇന്ത്യൻ ടൂറിസത്തെ പിന്തുണയ്ക്കാൻ ആരാധകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഇന്ത്യയെ പിന്തുണച്ച് സൽമാൻ ഖാൻ, ജോൺ അബ്രഹാം, ശ്രദ്ധ കപൂർ, കങ്കണ റണാവത്ത് എന്നിവരും മറ്റു ചിലരും ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഈ ബഹിഷ്കരണം മാലിദ്വീപിന്റെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട വരുമാനത്തിൽ വലിയ നഷ്ടം സൂചിപ്പിക്കുന്നു. ഇത് മാലിദ്വീപിനെ വലിയ സാമ്പത്തിക വെല്ലുവിളികളിലേക്ക് നയിക്കുന്നു. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് സേവനദാതാക്കൾ എന്നിവ ബുക്കിംഗിലെ ഇടിവും മൊത്തത്തിലുള്ള ടൂറിസ്റ്റ് ചെലവുകളും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു. ടൂറിസം വ്യവസായം മാലിദ്വീപിലെ ഒരു പ്രധാന തൊഴിൽ ദാതാവായതിനാൽ ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗത്തിന് ജോലികൾ ഈ മേഖലയിൽ നിന്നും മാത്രം ലഭിക്കുന്നു. ഇന്ത്യയെ പോലെയുള്ള ഒരു പ്രധാന വിപണിയിൽ നിന്നും വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ കുറയുന്നത് തൊഴിൽ നഷ്ടത്തിനും തൊഴിലില്ലായ്മ നിരക്ക് ഉയരുന്നതിനും ഇടയാക്കും. ഇത് നിരവധി മാലിദ്വീപുകാരുടെ ഉപജീവനത്തെ ബാധിക്കുമെന്നതും മാലിദ്വീപിന് വൻ ഭീഷണി ഉയർത്തുന്നു. സാമ്പത്തിക ബന്ധങ്ങളും വിനോദസഞ്ചാരവും പലപ്പോഴും നയതന്ത്ര ബന്ധങ്ങളുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മാലിദ്വീപ് ടൂറിസത്തിലെ ഗണ്യമായ ഇടിവ് മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെ വലുതായിരിക്കും. അന്തർലീനമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ഇടപെടലുകൾക്കും ചർച്ചകൾക്കും ഇത് പ്രേരിപ്പിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു. ഇന്ത്യൻ ബഹിഷ്കരണം ഞങ്ങളെ സാരമായി ബാധിക്കുമെന്നും രാജ്യം പ്രധാനമായും ഇന്ത്യൻ യാത്രക്കാരെ ആശ്രയിക്കുന്നു എന്നതുകൊണ്ട് ബഹിഷ്കരണം ദീർഘകാലാടിസ്ഥാനത്തിൽ നയതന്ത്ര ബന്ധങ്ങളെ ദോഷമായി ബാധിക്കുമെന്നും മാലിദ്വീപിലെ ഇന്ത്യ അനുകൂല മന്ത്രിമാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഏതെങ്കിലും പ്രത്യേക വിപണി ആശ്രയിക്കുന്നതിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് വിനോദസഞ്ചാരത്തിന്റെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ പ്രസ്താവന നിർദ്ദേശിക്കുന്നു.
വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭൗമരാഷ്ട്രീയമോ നയതന്ത്രപരമോ ആയ വെല്ലുവിളികളെ നേരിടുന്നതിൽ സ്ഥിരതയും പ്രതിരോധവും പ്രദാനം ചെയ്യും. എന്നാൽ നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചതിനു ശേഷവും വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും ടൂറിസം ഒഴുക്കിൽ സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനും സമയമെടുത്തേക്കാമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യക്കാർ ഇതിനോടകം തന്നെ രോഷാകുലരായിരിക്കുന്നതിനാൽ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മാലിദ്വീപ് സർക്കാർ മനസ്സിലാക്കേണ്ട സമയമാണിത്. കൂടാതെ എന്തെങ്കിലും മോശമായ അഭിപ്രായങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുമെന്നും അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ബഹിഷ്കരണ പ്രചാരണത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് അവരുടെ സർക്കാർ വളരെയധികം ആശങ്കാകുലരാണ് എന്ന് പുറത്തുവന്ന മന്ത്രിമാരുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ സർക്കാർ നിലവിൽ ലക്ഷദ്വീപുകളെ ഒരു ടൂറിസം സൈറ്റായി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ ഉയർന്ന അളവിലുള്ള വിനോദസഞ്ചാരികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനായി നിരവധി പുതിയ സംരംഭങ്ങൾ കൈക്കൊള്ളുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ധാരാളം ഫണ്ടുകൾ ഈ മേഖലയ്ക്ക് നൽകുകയും ചെയ്തതിനാൽ ശ്രീ നരേന്ദ്രമോദിയുടെ സമീപകാല സന്ദർശനം വളരെ വിജയകരമായൊരു നീക്കമായിരുന്നു. ഇന്ത്യക്കാർ രാജ്യം സന്ദർശിക്കാനുള്ള പദ്ധതികൾ റദ്ദാക്കിയാൽ മാലിദ്വീപിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടാകുമെന്നതിനാൽ ഇന്ത്യയുമായി ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായി മാലിദ്വീപ് നിലവിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി നടന്നവരെയും കൊണ്ട് ഇന്ത്യയുടെ കാല് പിടിപ്പിക്കുന്ന വൻ തന്ത്രമാണ് നരേന്ദ്രമോദി തന്റെ ഒരു ചെറിയ സന്ദർശനം വഴി ലോകത്തിന് കാട്ടിയത് എന്നതാണ് ഈ വിവാദത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം.